സുരേഷ് ഗോപി തൃശ്ശൂർ അങ്ങനെ എടുത്തു. മലയാള സിനിമയിൽ പ്രേമനസീർ കഴിഞ്ഞാൽ നല്ല മെച്ചം വന്ന സുരേഷ് ഗോപി സിനിമ ഇറങ്ങിക്കഴിഞ്ഞ ഇറ്റാവുകയാണ്. ഇലക്ഷൻ റിസൾട്ട് കണ്ടായിരുന്നു. ഇതുപോലെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ ഇറ്റാവുകയാണ്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ഒന്നും നടന്നില്ല. ഈ സുരേഷ് ഗോപി ഇത്രയും ഭൂരിപക്ഷം വരുമെന്ന് ഇത്രയും വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ആകെ ഒരു കാര്യം വിചാരിച്ചാൽ നടന്ന ഹൈബേറ്റിന്റെ കാര്യമാണ്. ഹൈബേറ്റ് ജയിക്കുന്ന ഉറപ്പാണ്. പിന്നെ സ്റ്റേറ്റിലൂടെ ഇപ്പൊ UDF ആണ്, LDF ഡൗൺ ആണ്. സെൻട്രലില് BJPക്ക് അത്ര വലിയ മെജോറിറ്റി ഇല്ല. ഒന്നും പ്രെഡിക്റ്റ് നമുക്ക് നേരത്തെ പ്രവചിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ വർഷം പോലെ സുരേഷ് ഗോപി പറയുന്നുണ്ടായിരുന്നു തൃശ്ശൂർ എടുക്കും, തൃശ്ശൂർ എടുത്തു. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മെട്രോ വരുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കേരളം ഫുള്ളായിട്ട് മെട്രോ വരുമെന്നൊക്കെ ഒരു വാഗ്ദാനം ഉണ്ടല്ലോ. അതിനെക്കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? കൊണ്ടുവരുമോ പുള്ളി? മെട്രോ കൊണ്ടുവരും. നല്ല മനുഷ്യനാണ് സുരേഷ് ഗോപി, നല്ല മനുഷ്യനാണ്. പുള്ളി മോഡിയായിട്ടുള്ള ബന്ധമുണ്ട്. എന്തായാലും മന്ത്രിയല്ലാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഒരുപാട് നല്ല കാര്യം ചെയ്യും, ഉറപ്പാണ്. നല്ലൊരു മനുഷ്യനാണ് സുരേഷ് ഗോപി. ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, നമ്മള് ജനങ്ങളെ പുള്ളി വിളിക്കുന്നത്. ഒരുപാട് ആൾക്കാർ വിമർശിച്ചു, ചെയ്താൽ ഉൾപ്പെടെ ഒരുപാട് പേര് ഭയങ്കര കളിയാക്കൽ വിമർശനമായിരുന്നു. മറുപടിയാണ് ഇപ്പൊ സുരേഷ് ഗോപി ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മൾ ജനങ്ങളെ വിളിച്ചിരിക്കുന്നത് പ്രജാദൈവങ്ങളെന്നാണ്. ഇപ്പൊ ഇലക്ഷൻ വന്നതിന്റെ മാത്രം ഒരു വിളിയാണോ അതോ ഇനി ഇങ്ങനെ തന്നെ തുടർന്ന് പോകും? ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ലൊരു മനുഷ്യനാണ്. ഇപ്പൊ മലയാള സിനിമയിൽ പ്രേമനസീർ കഴിഞ്ഞാൽ നല്ല മെച്ചം വന്ന സുരേഷ് ഗോപി ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നു. എന്തായാലും ഹൈബീഡ് മാത്രം സുരേഷ് ഗോപി ഞാൻ കുറച്ച് വോട്ട് കൂട്ടിട്ടെ, പക്ഷെ കേരളത്തിലെ റിസൾട്ട് ഇപ്പം UDF നല്ലൊരു ഭൂരിപക്ഷമുണ്ട്. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് സെൻട്രലിലാണെങ്കിലും BJPക്ക് അത്രയില്ല, കോൺഗ്രസ് പൊങ്ങി വരികയാണ്. ഞാൻ വിചാരിച്ചു രാഹുൽ ഗാന്ധി പോലെ ആൾക്കാരെ മാറിക്കൊടുത്താലും ശരിയാവുള്ളൂ. നന്നായി പോകുന്നു. ഗാംബ്ലിംഗ് പോലെയായി. പണ്ടല്ല നമുക്ക് ഒരു കണക്കിൽ വെച്ച് നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെയാവും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കേരളത്തിലെ ഒരു റിസൾട്ട് ആർക്കെങ്കിലും ഉള്ള ഒരു തിരിച്ചടിയാണോ, ഒരു ജനവിരുദ്ധ തിരിച്ചടിയാണോ? പെൻഷന്റെ കാര്യം പല കാര്യം അതൊക്കെയാണ് നെഗറ്റീവായിട്ട് മാറിയത്. എപ്പോഴും ഒരു പാർട്ടി ലീഡ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് മാത്രമേ ആൾക്കാർ പറയും. പിന്നെ കേരളത്തിൽ കോൺഗ്രസ്, BJP ഇതാണ് അക്കൗണ്ട് കേരളത്തിൽ അക്കൗണ്ട് തരൂരിന് എന്തായാലും ഭയങ്കര. പിന്നെ BJPക്കെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ വളരെ നല്ലൊരു പോരാട്ടമായിരുന്നു. തുടക്കത്തിൽ തന്നെ നമ്മൾ നോക്കുവാണ്, സ്കോർ ബോർഡ് നോക്കുകയാണ് 254, 280 അങ്ങനെ ഒരു നേരിയ ഭൂരിപക്ഷത്തിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. ഇപ്പം ഭയങ്കര ലീഡ്. ഇപ്പൊ പക്ഷെ BJP കോൺഗ്രസ് തരാൻ ചാൻസ്. BJP ഇപ്പൊ ഏകദേശം 300 സീറ്റിനടുത്തായി. ഇപ്പൊ BJP സർക്കാരിന്റെ തന്നെ ഭരണം പിന്നെയും വരുമോ, കൂടുതലായിട്ട് മെച്ചപ്പെടും? എന്തൊക്കെയാണ് എന്റെ അഭിപ്രായം? പറയാൻ പറ്റില്ല. പോലീസിംഗ് കമ്പനി വരുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും എപ്പോഴും ഒരു പാർട്ടി റൂൾ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് നെഗറ്റീവ് ഓർത്തു. നമുക്ക് കേരളത്തിൽ നിന്നൊരു മന്ത്രിയെ പ്രതീക്ഷിക്കാം. സുരേഷ് ഗോപി തൃശ്ശൂർ അങ്ങനെ എടുത്തു.